ഹരിയാനയിലെ പ്രശസ്തമായ മോഡലിൻ്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിലൊരു കനാലിൽ കാണപ്പെട്ടു. ഇന്നലെ തിങ്കളാഴ്ച ആണ് കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടത്. ഇവർ ജൂൺ 14 അഹാർ ജില്ലയിലെ ഒരു ഷൂട്ടിങ്ങിനായി പോയതാണ്. ഹരിയാനയിലെ ഈ സംഗീത വീഡിയോകളിൽ വളരെയധികം പ്രശസ്തയാണ് ഈ പെൺകുട്ടി. അതിസുന്ദരിയായ ഈ പെൺകുട്ടി സിമ്മി ചൗധരി എന്ന ഈ പെൺകുട്ടി ശീതൾ എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ സംഗീത വീഡിയോകളെല്ലാം വളരെ പ്രശസ്തമാണ്. ധാരാളം വ്യൂവേഴ്സ് ഉണ്ട്. ഹരിയാനയിലെ ഈ പെൺകുട്ടി വളരെ പ്രശസ്തയാണ്. അവർ ജൂൺ 14 ഒരു പ്രോഗ്രാമിനായിട്ട് അഹാർ ജില്ലയിൽ പോയതാണ്. രാത്രി മടങ്ങി വരാത്തതുകൊണ്ട് അവരുടെ സഹോദരി പാനിപ്പത്തിൽ താമസിക്കുന്ന നേഹ പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്തു. പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഇന്നലെ അവരുടെ ഡെഡ് ബോഡി കഴുത്തറുത്ത നിലയിലാണ് ഒരു കനാലിൽ ഹരിയാനയിൽ കാണപ്പെട്ടത്. ഈ സംഭവം വളരെ ഞെട്ടലുളവാക്കി ഹരിയാനയിൽ. അത്ര പ്രശസ്ത സംഗീത വീഡിയോ ചെയ്യുന്ന പെൺകുട്ടിയാണ് ഈ സിമ്മി ചൗധരി എന്ന്. എന്നാൽ ഈ സംഭവത്തോടനുബന്ധിച്ചാണോ, ഇതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായി ജൂൺ 14. അത് അവിടെ കമാൽ കൗർ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹത്തിനെ കൊന്ന് ആരോ ഒരു കാറി ചാറിയിരുത്തിയിരിക്കുന്നു. പട്ടിൻഡ ചണ്ഡീഗഡ് NH നാഷണൽ ഹൈവേയിൽ അവിടെ ആദേശ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോളേജുണ്ട്. ആ മെഡിക്കൽ കോളേജ് കാർ പാർക്കിംഗ് ഏരിയ വളരെയധികം റോഡ് സൈഡിൽ ധാരാളം ഏരിയ ഉണ്ട്. അവിടെ ധാരാളം കാറുകൾ കിടക്കും. അതിലൊരു കാറിൽ ആണ് ഈ കമാൽ കൗറിൻ്റെ മൃതദേഹം കാണപ്പെട്ടത്. അത് ജൂൺ 9 ഒരു പരിപാടി പങ്കെടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് കമാൽ പോയതാണ്. അവിടുത്തെ ഒരു സോഷ്യൽ മീഡിയ വലിയ ഇൻഫ്ലുവൻസറാണ് ഇയാൾ. പക്ഷേ ഇയാളെ കൊന്ന് ആ കാർ പാർക്കിംഗ് ഏരിയയിൽ ഒരു കാറിൽ പിൻസീറ്റ് ചാരി ഇരുത്തിയിരിക്കുന്നു. അഴുകി നന്നായിട്ട് ആളെ തിരിച്ചറിയാൻ മേലാത്ത നിലയിൽ അത് അഴുകിപ്പോയിരുന്നു. അപ്പോഴാണ് ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാർ ആരുടെയെന്നറിയില്ല. കാറ് ലുധിയാന രജിസ്ട്രേഷനുള്ള കാറായിട്ടാണ് കാണുന്നത്. പക്ഷേ പട്ടിൻഡ ചണ്ഡീഗഡ് നാഷണൽ ഹൈവേ തന്നെയാണ് ഈ കാറ് മെഡിക്കൽ കോളേജിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ ഇടയ്ക്ക് കയറ്റി ഇതും പാർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് സാധാരണഗതിയിൽ ആരും ശ്രദ്ധിക്കാറില്ല. ചീഞ്ഞഴുകി വികൃതമായി നല്ല ആ ദുർഗന്ധമായ ഏരിയ മുഴുവൻ പകർന്നപ്പോഴാണ് പലരും കാറുകൾ വാച്ച് ചെയ്യാൻ തുടങ്ങി. പലർക്കും കാർ ഇട്ടിട്ട് ഒരാഴ്ച അവിടെ കാണും. ചിലപ്പം പഠിക്കുന്ന കുട്ടികളുടെ ആയിരിക്കും. അത് ശനിയാഴ്ച ഞായറാഴ്ച എങ്ങാനും ആയിരിക്കും എടുക്കുന്നത്. എല്ലാ ദിവസം മുഴുവൻ ഇങ്ങനെ കാറിങ്ങനെ നിരയായി അവിടെ പാർക്ക് ചെയ്യും. അതുകൊണ്ട് സാധാരണഗതിയിൽ കാറിൻ്റെ അകം ആരും പരിശോധിക്കത്തില്ല. ഈ മണം ദുർഗന്ധം വന്നതോടുകൂടിയാണ് പരിശോധിച്ച് ഓരോ കാറ് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പിൻസീറ്റിൽ അദ്ദേഹം ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ചാരി ഇരുത്തിയിരിക്കുകയാണ്. പക്ഷേ ആളെ തിരിച്ചറിയുന്നത് ഡിസ്ഫിഗറായി. അതുപോലെ അഴുകി വികൃതമായി കിടക്കുന്ന ഒരു മൃതദേഹം. പക്ഷേ ആളെ പിന്നീട് തിരിച്ചറിഞ്ഞു. ഇയാളാണ് കമാൽ കൗർ, അല്ലെങ്കിൽ ഈ കമാൽ കൗർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമാൽ കൗർ എന്ന് അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ, സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല. ഒരെണ്ണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മറ്റത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തിക്കുന്നവരെ കൊല്ലുകയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ, കാരണം അവർ ഒരു സംഗീത നിശ നടത്തി പ്രശസ്തയായവരാണ്. ധാരാളം പ്രോഗ്രാം അവർ സംഗീതത്തിൽ നടത്തുന്നുണ്ട്. അത് TV-യിലും അവിടുത്തെ എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അവരെ എന്തിനാണ് കൊലപ്പെടുത്തി കഴുത്തറുത്ത് ഒരു കനാലിൽ കൊണ്ട് തള്ളിയെന്നും വ്യക്തമല്ല. കാരണം അവരുടെ സഹോദരിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. രാത്രി മടങ്ങി വരാൻ താമസിച്ചപ്പോൾ അവർ പരാതി കൊടുത്തു. അതിനുശേഷമാണ് ഇന്നലെ അവിടെ ഒരു കനാലിലെ കഴുത്തറുത്ത നിലയിൽ കാണുന്നത്. എന്നാൽ ഈ സംഭവങ്ങളെപ്പറ്റി രണ്ട് ദിശയിൽ അന്വേഷിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് നോക്കുന്നുണ്ട്. ചിലപ്പം യാതൊരു ബന്ധമില്ലാത്തതായിരിക്കും. എങ്കിലും ആൾക്കാരെ വിമർശിക്കുകയും ആൾക്കാരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ സർവ്വസാധാരണമാണ്.
അത് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ തന്നെ നമ്മൾ കണ്ടില്ല, ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ അയാൾ പറഞ്ഞു വെച്ച വാക്കും അയാളെ പോലീസ് അറസ്റ്റും ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് എന്താണ് സമൂഹത്തിൽ പറയേണ്ടതെന്ന് അറിയത്തില്ല. അവർ സ്വയം രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരായിട്ട് നീങ്ങുമ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാകും. അത് അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്തും ഏതും വിളിച്ചു പറയാം സോഷ്യൽ മീഡിയകളെന്ന് ധരിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറിക്കണം. ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമെന്നാണ് ഞാൻ കരുതുന്നത്.